സംവിധാനമാണ് ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം. ഇത് കൃഷിസ്ഥലങ്ങളിൽ ജലത്തിൻ്റെ അംശം കുറയുമ്പോൾ അത് കണ്ടുപിടിച്ച് ജലം പമ്പ് ചെയ്യുന്നതിനാണ് ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണ് സോയിൽ മോയ്സ്ചർ സെൻസർ, റിലേ മൊഡ്യൂൾ, വാട്ടർ പമ്പ്. ഇതിൻ്റെ പ്രവർത്തനം: സോയിൽ മോയ്സ്ചർ സെൻസർ ചെടിയിലെ വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് റിലേ മൊഡ്യൂളിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും റിലേ മൊഡ്യൂൾ വാട്ടർ പമ്പിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും വാട്ടർ പമ്പ് വെള്ളം ചെടിക്ക് നൽകുകയും ചെയ്യുന്നു. വെള്ളം കൂടിപ്പോയാൽ സോയിൽ മോയ്സ്ചർ സെൻസർ റിലേ മൊഡ്യൂളിലേക്ക് വീണ്ടും ഇൻഫർമേഷൻ കൊടുക്കുകയും വാട്ടർ പമ്പ് വെള്ളം നിർത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇത്. വരൾച്ച മൂലമുള്ള കൃഷിനാശങ്ങളിൽ നിന്ന് ഇത് തടയുന്നു. വലിയ കൃഷിസ്ഥലങ്ങളിൽ മാത്രമല്ല, ഇത് വീടുകളിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ സോയിൽ മോയ്സ്ചർ സെൻസർ ചെടിയിലെ മണ്ണിലേക്ക് കുത്തിവെക്കുന്നു. അതിനുശേഷം നമ്മൾ വാട്ടർ പമ്പ് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പവർ കൊടുക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ ഇത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ നിർമ്മാണമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു സോയിൽ മോയ്സ്ചർ സെൻസർ എടുക്കുക. അതിനുശേഷം ഒരു റിലേ മൊഡ്യൂളും പിന്നെ ബ്രെഡ് ബോർഡും ഒരു വാട്ടർ പമ്പും നമുക്കിതിനാവശ്യമായിട്ടുണ്ട്. സോയിൽ മോയ്സ്ചർ സെൻസറിൽ നിന്നും നമ്മൾ ബ്രെഡ് ബോർഡിലേക്കും അത് കഴിഞ്ഞ് ബ്രെഡ് ബോർഡിൽ നിന്നും റിലേ മൊഡ്യൂളിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് റിലേ മൊഡ്യൂളിൽ നിന്നും ഒരു കണക്ഷൻ പവറിലേക്കും ഒരു കണക്ഷൻ വാട്ടർ പമ്പിലേക്കും നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ പവർ കൊടുത്തതിന് ശേഷം ഈ വാട്ടർ പമ്പ് പ്രവർത്തിക്കുകയും ചെടിക്ക് ആവശ്യമായ വെള്ളം കിട്ടുകയും ചെയ്യുന്നു. സോയിൽ മോയ്സ്ചർ സെൻസർ, ബ്രെഡ് ബോർഡ്, ബാറ്ററി, റിലേ മൊഡ്യൂള്, വാട്ടർ പമ്പ്, ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇങ്ങനെയൊക്കെയാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.